KSRTC ബസ് സ്റ്റേഷനുകളിൽ മിനി സൂപ്പർ മാർക്കറ്റുകളും റെസ്റ്റോറന്റുകളും വരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും പ്രധാന നഗരങ്ങളിൽ ബസ് സ്റ്റേഷനുകളുള്ള KSRTCയുടെ വിവിധ ഡിപ്പോകളിൽ റെസ്റ്റോറന്റുകളും മിനി സൂപ്പർ മാർക്കറ്റുകളും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള താൽപര്യപത്രം ക്ഷണിച്ചിരിക്കുകയാണ്. എന്താണ് KSRTC മിനി സൂപ്പർ മാർക്കറ്റുകളുടെയും റെസ്റ്റോറന്റുകളുടെയും പ്രത്യേകത? തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ അയ്യല്ലൂർ പറയും. സുനിഷ അയ്യല്ലൂർ, തുടങ്ങാം. സുനിഷ, ഇതുവരെ തുടങ്ങിയില്ലേ എന്ന് ഞാൻ കരുതി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്താണ്, പറയൂ, എങ്ങനെയായിരിക്കും ഇതിന്റെയൊക്കെ പ്രവർത്തനം? സുജയ, ലോങ് റൂട്ടൊക്കെ പോകുന്നവർക്ക് കുറച്ചുകൂടി ആശ്വാസകരമാകുന്ന രീതിയിലാണ് ഇപ്പോൾ KSRTC ഇത്തരം സംവിധാനങ്ങൾ കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. പ്രധാനമായും ഈ പറഞ്ഞതുപോലെ റെസ്റ്റോറന്റ് സംവിധാനം, ഒപ്പം മിനി സൂപ്പർ മാർക്കറ്റ് സംവിധാനം എന്നതാണ്. ഒരു പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ എൻ്റെ തിരുവനന്തപുരം ഡിപ്പോയിലാണ് ഞാനുള്ളത്. ഈ തൊട്ടടുത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവിടെ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുമല്ലോ ഈ തിരുവനന്തപുരം ഡിപ്പോയിൽ എത്തുന്നവർക്ക്. അങ്ങനെയല്ല, KSRTCയിലെ മറ്റ് ബസ് സ്റ്റേഷനുകളിൽ കൂടി, അതായത് ഈ ജില്ലകളിലെ പ്രധാന നഗരങ്ങളിൽ ബസ് സ്റ്റേഷനുകളുള്ള KSRTCയുടെ വിവിധ ഡിപ്പോകളിൽ ഇനി റെസ്റ്റോറന്റുകളും മിനി സൂപ്പർ മാർക്കറ്റ് സംവിധാനവും കൊണ്ടുവരിക എന്നതാണ് ഏതായാലും KSRTC മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. പ്രധാനമായും പറയുന്നത് ഈ മിനി സൂപ്പർ മാർക്കറ്റുകളിലൂടെ നിത്യജീവിതത്തിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ പലചരക്ക് സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുക, ഒപ്പം തന്നെ ഈ റെസ്റ്റോറന്റുകൾ വരുന്നതോടുകൂടി ഈ ഭക്ഷണ സൗകര്യം, പലപ്പോഴും ദീർഘദൂര സർവീസൊക്കെ നടത്തുമ്പോൾ നമ്മളെ ഈ ബസ്സുകൾ പലയിടത്തും നിർത്താറുണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ. പക്ഷേ മറ്റ് ഹോട്ടലുകളിലായിരിക്കാം, ഒരുപക്ഷെ ബാത്റൂം ഫെസിലിറ്റിക്ക് പോലും ഈ പെട്രോൾ പമ്പുകൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഈ KSRTC പലപ്പോഴും ആശ്രയിക്കുന്നത്. പക്ഷേ ഇത് ഓരോ ഡിപ്പോയിൽ തന്നെ കൃത്യമായി സജ്ജീകരിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറുമെന്നതാണ് KSRTC കരുതുന്നത്. അതായത് ഒരു സ്ഥലത്തിറങ്ങുമ്പോൾ അവിടെ കൃത്യമായ അവർക്ക് വേണ്ട ഭക്ഷണം ലഭിക്കുന്ന ഒരു റെസ്റ്റോറന്റ്, ഒപ്പം തന്നെ ഏതൊക്കെ സാധനം വാങ്ങേണ്ടതുണ്ടോ ആ സാധനങ്ങളൊക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു മിനി സൂപ്പർ മാർക്കറ്റ് സംവിധാനം, ഇതാണ് നിലവിൽ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവരാനായാണ് ഇപ്പോൾ താൽപര്യപത്രം അടക്കം KSRTC ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു 14 സ്റ്റേഷനുകളിൽ, അടൂർ, കാട്ടാക്കട, നെടുമങ്ങാട് തുടങ്ങി 14 സ്റ്റേഷനുകളിൽ ഈ സംവിധാനം കൊണ്ടുവരിക എന്നതാണ് ഏതായാലും KSRTC ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം മറ്റ് സ്റ്റേഷനുകളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കുക എന്നതാണ് KSRTCയുടെ ലക്ഷ്യമായി പറയുന്നത്. ഒപ്പം തന്നെ ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി പറയുന്നുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾ യാത്ര ചെയ്യുന്ന KSRTCയിൽ യാത്ര ചെയ്യുമ്പോൾ ചില റെസ്റ്റോറന്റുകൾ പോകുമ്പോൾ എപ്പോഴും പരമ്പരാഗത രീതിയിലുള്ള ഭക്ഷണം ആഗ്രഹിക്കും. ഈ ഉച്ചക്കും വൈകുന്നേരം രാത്രിയിലും ഒക്കെ പരമ്പരാഗത രീതിയിലുള്ള ഭക്ഷണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഊണ് നിർബന്ധമായും ഈ റെസ്റ്റോറന്റുകളിൽ ഉണ്ടായിരിക്കണം എന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളും KSRTC ഏതായാലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മിനി സൂപ്പർ മാർക്കറ്റുകളിൽ കൃത്യമായി ഏതൊക്കെ സാധനങ്ങൾ, അവശ്യ സാധനങ്ങളൊക്കെ തന്നെ ഒരു സാധാരണക്കാരന് ഏതൊക്കെ സാധനങ്ങൾ വാങ്ങാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ വാങ്ങാൻ കഴിയുമോ അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ മിനി സൂപ്പർ മാർക്കറ്റുകളിൽ സജ്ജമാക്കണമെന്നത് തന്നെയാണ് ഏതായാലും നിലവിൽ ഇപ്പോൾ KSRTC ആലോചിക്കുന്നത്. അതിന് കുറേ മാനദണ്ഡങ്ങൾ, ഈ സേഫ്റ്റി മെഷർമെന്റുകളൊക്കെ തന്നെയും കൃത്യമായി പാലിച്ചിരിക്കണം. ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലൈസൻസ്, അതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതോടുകൂടി യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമാവും. അത് കൂടുതൽ അനുയോജ്യമായ രീതിയിൽ യാത്രക്കാർക്ക് കുറച്ചുകൂടി ഒരു കംഫർട്ട് ആകുമെന്നുള്ളത് തന്നെയാണ് KSRTC വിലയിരുത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഏതായാലും ഈ ഒരു സംവിധാനം കൂടി, അതിനുള്ള താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇത്തരത്തിൽ റെസ്റ്റോറന്റ് സംവിധാനം, ഒപ്പം തന്നെ മിനി സൂപ്പർ മാർക്കറ്റ് സംവിധാനം കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഈ ഞാൻ പറഞ്ഞതുപോലെ ദീർഘദൂര യാത്ര ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇങ്ങനെയുള്ളൊരു സൗകര്യം, പെട്ടെന്നൊരു സാധനം വാങ്ങാൻ പറ്റണമെങ്കിൽ പലപ്പോഴും കട തേടിയൊക്കെ പോകേണ്ടി വരും. പക്ഷേ ഇപ്പം ഇങ്ങനെയൊരു സംവിധാനം വരുമ്പോൾ കുറച്ചുകൂടി ഏതായാലും ആശ്വാസകരമാകുമെന്നത് തന്നെയാണ്. നമുക്ക് ഇവിടെയുള്ള ആരും ഈ സംവിധാനത്തെക്കുറിച്ച് അധികം അറിഞ്ഞിട്ടില്ല. ചേച്ചി, ഈ KSRTC ഡിപ്പോകളിൽ ഈ മിനി സൂപ്പർ മാർക്കറ്റ് സംവിധാനം കൊണ്ടുവരാൻ പോകുകയാണ്. ഈ റെസ്റ്റോറന്റ് ഇപ്പൊ ഇവിടെ ഉള്ളതുപോലെയല്ല, മറ്റ് സ്റ്റേഷനുകളിൽ ഇതുപോലെ കൊണ്ടുവന്ന ഉപകാരപ്രദമാവും. പിന്നെ അത് ഫലം ചെയ്യും. സാധനമൊക്കെ മറ്റ് ഡിപ്പോയിലൊക്കെ പോയ സാധനമൊക്കെ വാങ്ങാൻ മറ്റ് കടകളെ ആശ്രയിക്കേണ്ടി വരും. അതില്ല, എളുപ്പമുണ്ട്. നമുക്ക് വേറെ ഒരു ഓട്ടോ പിടിച്ചാണെങ്കിലും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ വരുവാണെങ്കിൽ ഏറ്റവും ഫലം ചെയ്യും. ബസ് ഇറങ്ങി സാധനം വാങ്ങി നമുക്ക് പോകാൻ പറ്റും. ബസ് ഇറങ്ങി
ഇതാണ് ഇത് തന്നെയാണ് KSRTC ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് തീർച്ചയായും അടുത്ത അതൊരു സ്ഥലത്തേക്ക് നല്ലൊരു പോകുമ്പോൾ അവിടെ ബസ് ഇറങ്ങി സജ്ജീകരണമാണ്. അവർക്ക് പ്രത്യേകിച്ചും ആവശ്യമായ സാധനങ്ങൾ സുനിഷയ്ക്ക് അവിടെ ഇനി നിന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് നാട്ടിലേക്ക് പോകുമ്പോഴേക്കും വീട്ടിൽ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോ പഞ്ചസാരയൊക്കെ വാങ്ങി ധൈര്യമായി പോകാം. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ വാങ്ങി കയ്യിൽ പിടിച്ച് കയറി ചെല്ലുന്ന സുനിഷ്, ആഹാ അന്തസ് അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏതായാലും ഞാനും കരുതുന്നത്. കാരണം മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും ചേച്ചി പറഞ്ഞതുപോലെ ഈ ഓട്ടോ ഒന്നും പിടിച്ച് സാധനം വാങ്ങാൻ പോകണ്ടല്ലോ. KSRTC ബസ് ഇറങ്ങുന്നു, സാധനം വാങ്ങുന്നു, അടുത്ത KSRTCയിൽ കയറുന്നു, വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സംവിധാനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഏതായാലും അത് തന്നെയാണ് KSRTCയും നിലവിൽ കണക്കുകൂട്ടുന്നത്. ഉഷാറാവട്ടെ, പുതിയ സംവിധാനം ഉഷാറാവട്ടെ. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് KSRTCയിൽ നിന്ന് വന്നിരിക്കുന്നത്. KSRTCയുടെ ഡിപ്പോകളിൽ ഇപ്പോൾ പ്രാരംഭഘട്ടത്തിൽ കുറച്ചിടങ്ങളിൽ, പക്ഷേ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. അപ്പോൾ കൂടുതൽ വരുമാനവും വരട്ടെ. KSRTC എപ്പോഴും നഷ്ടത്തിലാണ്, കട്ടപ്പുറത്താണെന്നൊക്കെ പറഞ്ഞും കേട്ടുമൊക്കെ നമ്മളും അടുത്തതല്ലേ.